അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. ബഹുമാന്യനായ അധ്യക്ഷൻ, മണ്ഡലം പ്രസിഡന്റ് കൂടിയായ മുസ്തഫ സാഹിബ്, മണ്ഡലം സെക്രട്ടറി സാബിർ സാഹിബ്, ഷക്കൂർ ചക്കരക്കൽ, ഭാരവാഹികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയം സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ഇശാ നമസ്കാരത്തിന് ശേഷം ജാമിയ അൽ ഹിന്ദിലെ അധ്യാപകൻ കൂടിയായ ബഹുമാന്യ പണ്ഡിതൻ മൂസ സ്വലാഹി ഇവിടെ നിർവഹിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് എന്ന വിഷയത്തിൽ കൃത്യമായ പഠനവും ആ സത്യം കണ്ടെത്തി അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ഇഹപര ജീവിത വിജയത്തിന് അനിവാര്യമാണ്. അതിനുവേണ്ടിയാണ് ലോകത്തുടനീളം ഏത് കാലഘട്ടത്തിൽ എവിടെ ആര് ജീവിച്ചാലും ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹിജ്റിലൂടെ പഠിപ്പിക്കുന്നു, നാം ആണ് ഈ ഉത്ബോധനത്തെ ഇറക്കിയിട്ടുള്ളത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണം, വിശുദ്ധ ഖുർആനിന്റെ പൂർത്തീകരണമായ ഹദീസിന്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ, അഥവാ വഹയി ഇറക്കിയവൻ തന്നെ വഹയിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു. കാലാകാലങ്ങളിൽ ആ സത്യം നമുക്കറിയാം. അമേരിക്കയിൽ നിന്ന് വരുന്ന സന്തോഷകരമായ വാർത്തകൾ നമ്മുടെ രാജ്യത്തെ പോലെ ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുക എന്നത് വലിയ ഒരു സംഭവമായി, പാടില്ലാത്ത ഒരു കാര്യമായി അവർ കാണുന്നില്ല. അമേരിക്കയിലെ, ജർമ്മനിയിലെ, മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്ത മതക്കാരുണ്ടാകും. അതവർക്കൊരു പ്രശ്നമേ അല്ല. അപ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കുവാനും സത്യം കണ്ടെത്തിയാൽ അത് അംഗീകരിക്കാനുമുള്ള സാഹചര്യം അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ വ്യാപകമായി ഉണ്ട്. അവിടങ്ങളിൽ ഇസ്ലാമിലേക്കുള്ള ശക്തമായ ഒഴുക്ക് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും സമ്മതിക്കുന്നു, ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, എത്രയും പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാം ആകുന്നു എന്ന്. നമ്മൾ ഏതെല്ലാം കാര്യങ്ങളിൽ പുരോഗമനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാക്ഷര കേരളത്തെ വികൃതമാക്കാൻ ശ്രമിക്കുന്നുവോ അതൊക്കെ ആദ്യം പയറ്റി അതിനുശേഷം പിന്തിരിയുകയാണ് യഥാർത്ഥത്തിൽ പാശ്ചാത്യ ലോകം ചെയ്യുന്നത്. എയ്ഡ്സിന്റെ കാരണമായ വ്യഭിചാരവും സ്വവർഗരതിയുമൊക്കെ അവർക്കൊരു ഫാഷനായിരുന്നു. എന്തിനാണ് വിവാഹം? നമ്മുടെ നാട്ടിലാരോ പറഞ്ഞതുപോലെ പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല, അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം ചേരാം എന്ന ആശയം അവർ സ്വീകരിച്ചു. പക്ഷേ ഇന്ന് അവർ തിരിച്ചു നടക്കുകയാണ്. ഒരു ശുദ്ധനായ നല്ല വ്യക്തിത്വമുള്ള ഒരു ആൺകുട്ടിയെ കിട്ടാൻ, പെൺകുട്ടിയെ കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നു.
എന്തേ കുത്തഴിഞ്ഞ ജീവിതത്തെക്കുറിച്ചുള്ള പാഠം, അതുകൊണ്ടുള്ള ദുരന്തം അവർ അനുഭവിച്ചു. അപ്പോൾ വിശുദ്ധമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ, കുടുംബ സംവിധാനത്തെ വാരി പുണരാൻ ശ്രമിക്കുമ്പോൾ, അത് കൃത്യമായി സമൂഹത്തിന് പഠിപ്പിക്കുന്നത് ഇസ്ലാമാണ്. ഇസ്ലാം എന്നത് ഒരു വ്യക്തിയുടെ, പ്രദേശത്തിന്റെ, ഗോത്രത്തിന്റെ പേരല്ല. ഈ ലോകത്തിന്റെ സർക്കാവിന് സർവവും സമർപ്പിക്കുക വഴി ഒരു മനുഷ്യൻ നേടിയെടുക്കുന്ന ശാന്തിയെ കുറിക്കുന്ന, സമാധാനത്തെ കുറിക്കുന്ന പദമാണ് ഇസ്ലാം എന്നത്. നമുക്കറിയാം, ഇന്ന് ചൈനയിൽ, ജപ്പാനിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ക്യാമ്പയിൻ നടക്കുന്നു. എന്തേ കാര്യം? അവർ ഒരു തെറ്റായ സന്ദേശം കൊടുത്തു. ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയുമോ എന്നായിരുന്നു മാൽത്തൂസിയൻ തിയറി എന്ന് പറയുന്ന കാലം ചവറ്റുകൊട്ടയിലേക്കിട്ട ആ സിദ്ധാന്തത്തെ അവർ കയ്യിലെടുത്ത് എന്നിട്ട് സന്താന നിയന്ത്രണം ഏർപ്പെടുത്തി. എന്നാൽ എന്താ ഇന്നത്തെ കാഴ്ച? അവർ തിരിച്ചറിഞ്ഞു. അവർ 2-3 ദിവസം നിങ്ങൾ ലീവ് എടുത്തോളൂ, വീട്ടിലിരിക്കൂ, എന്നിട്ട് നിങ്ങൾ സ്വസ്ഥമായി കുടുംബജീവിതം നയിക്കൂ എന്ന് ജപ്പാൻ പ്രഖ്യാപിക്കുകയാണ്. എന്താണ് ഇതിനുള്ള അടിസ്ഥാനപരമായ കാരണം? വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ലാ തഖ്തുലൂ വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യ ഭയം കൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊന്നുകളയരുത്. നഹ്നു നർസുഖുകും വഇയ്യാകും. നിങ്ങൾക്കും അവർക്കും റിസ്ക് നൽകുന്നത് നാമാണ്. അപ്പോൾ ഒരു കുട്ടി ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോ ഭക്ഷണം കഴിക്കാനുള്ള ഒരു വായ മാത്രമല്ല, അധ്വാനിക്കാനുള്ള 2 കൈകൾ കൂടി ആ കുട്ടിക്കുണ്ട്. കണ്ണൂർ ജില്ലയിൽ മാത്രം ഉപയോഗിക്കാത്ത ഭൂമി എത്ര? ഒരു കാര്യത്തിനും ഉപയോഗിക്കാത്ത ഭൂമി എത്രയാണ്? ചക്കരക്കല്ലിലെ തലനരച്ച കാരണവന്മാരോട് ഞാൻ ചോദിക്കുന്നു, 50 കൊല്ലം മുമ്പുള്ള പട്ടിണി ഇപ്പോഴുണ്ടോ? 50 കൊല്ലം അപ്പുറത്ത് നിന്ന് ജനസംഖ്യ എത്ര കൂടി? പക്ഷേ ജനസംഖ്യ കൂടിയ ഇന്നാണോ പട്ടിണി കൂടുതൽ, അതോ അന്നായിരുന്നോ? അന്നായിരുന്നു എല്ലാവരും പറയും. ഞാൻ പറയുന്നത്, വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന്റേതല്ലാത്തത് കൊണ്ട് തന്നെ അത് പുലർന്നുകൊണ്ടേയിരിക്കും. ലോകം ഇസ്ലാമിലേക്ക് തിരിച്ചു നടക്കുകയാണ്. എന്താ, ആണും പെണ്ണും ഒന്നിച്ചിരുന്നാൽ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണു പോകുമോ എന്നായിരുന്നു ചോദ്യം. ആ ലിബറൽ ചിന്താഗതിയിലേക്ക് കേരളമടക്കം വരുമ്പോൾ യൂറോപ്പ് തിരിച്ചു നടക്കുകയാണ്. അതിന്റെ ദുരന്തങ്ങൾ അവർ അനുഭവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഞാനും നിങ്ങളും എത്തിപ്പെട്ടത് വലിയൊരു അനുഗ്രഹത്തിലാണ്. വലിയ പരിശ്രമങ്ങളും ത്യാഗങ്ങളും ഇല്ലാതെ ഈ സന്ദേശം അനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ പറന്നു വീഴാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ജന്മനാ നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ പ്രവാചക ചര്യയുടെ ആളുകളാകാൻ സാധിച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രം അടിസ്ഥാനപരമായി നമുക്ക് മുസ്ലിങ്ങളാകാൻ സാധ്യമല്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, ആ ഉമ്മത്തിന്റെ പ്രത്യേകത, അതിലെല്ലാവരും തന്നെ ഇസ്ലാമിനെ കുറിച്ച് ആദ്യം ഒരറിവുമില്ലാത്തവരായിരുന്നു. ഇസ്ലാം അല്ലാത്തൊരു സാഹചര്യത്തിൽ ജീവിച്ചു വരുന്നവരായിരുന്നു അവർ. അവർ ഇസ്ലാമിനെ കുറിച്ച് കേട്ടു, ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞു, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, എന്നിട്ട് അവർ ഇസ്ലാം സ്വീകരിച്ചു. അവർ ഇസ്ലാം സ്വീകരിച്ചത് വെറുതെ ജനനം കൊണ്ട് സ്വീകരിച്ചതല്ല. അറിഞ്ഞു, കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി, അംഗീകരിച്ചു. നമ്മളോ ആദ്യം അംഗീകരിച്ചു. ഇസ്ലാം അല്ല ഏതാ ശരി എന്ന് ചോദിക്കുക, ഫാത്തിഹയുടെ അർത്ഥം എന്താണ്? ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാതെ ജന്മനാ ഇസ്ലാമാണ് സത്യം എന്ന് അംഗീകരിച്ചു. ഈ തലതിരിഞ്ഞ സ്വഭാവത്തിന്റെ എല്ലാ ദോഷവും മുസ്ലിം സമുദായത്തിലുണ്ട്. അതുകൊണ്ട് എന്തു വേണം? ജന്മനാ ഇസ്ലാമായി എന്ന മഹത്തായ അനുഗ്രഹത്തിന് നന്ദി പറയുന്നതോടൊപ്പം പരിശുദ്ധമായ ഈ ദീൻ, ഞാൻ പറന്നു വീണ ഈ ദീനിനെ കുറിച്ച് എനിക്ക് പഠിക്കണം, എനിക്ക് മനസ്സിലാക്കണം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകണം. അതിന് പ്രായോഗികമായ രീതികളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. മുസ്ലിം സമൂഹം വ്യത്യസ്തങ്ങളായ ആശയങ്ങളിലാണ്, നമുക്കറിയാം. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഏറ്റവും ശരിയായ മാർഗം, സ്വർഗത്തിന് ഒരൊറ്റ മാർഗം, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് സിറാത്തുൽ മുസ്തഖീം, ആ നേരായ പാത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തത്തബിയു സുബുൽ, അതേ ആയത്തിൽ തന്നെ നിങ്ങൾ സുബുലുകളിലേക്ക് നീങ്ങരുത് എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് മണ്ണിൽ ഒരു വര വരച്ചു. ഈ നേരെയുള്ള രേഖയാണ് ശരിയായ ഇസ്ലാം
എന്നിട്ട് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കൈവഴികളിലേക്ക്, സുബുലുകളിലേക്ക് നിങ്ങൾ പോകരുത്. അതാണ് എല്ലാ ഫാത്തിഹയിലും നമ്മൾ ദുആ ചെയ്യുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ പാതയിലേക്ക് റബ്ബേ നീ ഞങ്ങളെ വഴി നടത്തേണമേ എന്ന്. ഹിദായത്തിന്റെ സന്ദേശം മാനവരാശിക്കെത്തിച്ച ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള ഫാത്തിഹയിൽ അവിടുന്നും ദുആ ചെയ്തു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഹിദായത്തിന്റെ മാർഗം കാണിച്ചെന്ന് റസൂലുള്ളയും അവിടുത്തെ വഫാത്ത് വരെ ഈ ദുആ നിർവഹിച്ചുവെങ്കിൽ എത്രമാത്രം പ്രാധാന്യം സൂറത്തു ദുആഇന്റെ അധ്യായം എന്ന സൂറത്തുൽ ഫാത്തിഹക്ക് പേര് വരാൻ കാരണമായ ആ ദുആഇനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, റബ്ബേ ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകിയതിനു ശേഷം നീ ഞങ്ങളെ തെറ്റിച്ച് കളയരുതേ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാനിന്റെ തുടക്കത്തിൽ ദുആ ചെയ്യാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയിൽ നിൽക്കുക, നിലകൊള്ളുക, അങ്ങനെ തന്നെ മരിക്കാൻ സാധിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് ദുആ ചെയ്ത് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി നമുക്ക് ലഭിക്കുന്ന കാര്യമാണ്. അല്ലാഹു നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ ഇസ്ലാം ഈ കേരളീയ സമൂഹത്തിൽ അറിവില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയും ഒരു ഇരുണ്ട കാലഘട്ടം 1920-കൾ അങ്ങനെയായിരുന്നു. ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു. വിശുദ്ധ ഖുർആനും പ്രവാചകചര്യക്കും ഒരു സ്ഥാനവുമില്ലാത്ത, നാട്ടാചാരങ്ങൾ പണ്ഡിതന്മാരെന്തു പറഞ്ഞാലും അതാണ് ദീൻ എന്ന് പറയുന്ന ഒരവസ്ഥ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പ്രസവ വേദന വന്നാൽ ഏതെങ്കിലും ഒരാൾ ആ വീട്ടിലേക്ക് കടന്നു വരും. വീട്ടിന്റെ കോലായിൽ നിന്ന് നഫീസത്തുമാല പാടും. ഒന്നുകിൽ പ്രസവം അല്ലെങ്കിൽ മരണം, രണ്ടിലൊന്ന് സംഭവിക്കും. ഹോസ്പിറ്റലിൽ പോവുക എന്നത് ദീനിനെതിരാണ് എന്ന് തെറ്റിദ്ധരിച്ച കാലഘട്ടം. ഞാനത് പറയുന്നത് സഹോദരങ്ങളെ, ആ നഫീസത്തുമാല ഇന്നുമില്ലേ? എന്നാൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പണ്ഡിതൻ ഹോസ്പിറ്റലിൽ പോകേണ്ടതില്ല, നഫീസത്തുമാല മതി എന്ന് ഇന്നാരെങ്കിലും പറയുമോ? പള്ളിയിലേക്ക് ഒതുവെടുത്ത് കയറാൻ പറ്റാത്ത രൂപത്തിൽ ചവിട്ടി പോകുന്ന തരത്തിൽ പിഞ്ഞാണങ്ങളായിരുന്നു പള്ളികളിൽ. എഴുതാൻ കൊണ്ടുവന്ന ആ പിഞ്ഞാണങ്ങൾ എവിടെ പോയി? ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിരുന്നു അത്. പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്നത് ഏതെങ്കിലും ഒരാൾ പ്രസംഗിച്ചതല്ല. 1930 മണ്ണാർക്കാട് നടന്ന സമസ്തയുടെ മുഷാവറയുടെ തീരുമാനമാണ്. പല പണ്ഡിതന്മാരും മുമ്പേ അത് വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ യോഗം വീണ്ടും അക്കാര്യം പ്രഖ്യാപിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കുന്നവർക്കറിയാം, സമസ്തയുടെ മദ്രസകളിൽ പെൺകുട്ടികൾക്ക് പരീക്ഷ പറഞ്ഞു കൊടുക്കലായിരുന്നു. കാരണം എഴുത്താൻ പാടില്ല എന്നൊരവസ്ഥ. ഇതൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ലേബലിൽ, അതിന്റെ അഡ്രസ്സിൽ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ വന്ന കാര്യമായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ അത് ഖിയാമത്ത് നാളിന്റെ അലാമത്താണെന്ന് പ്രസംഗിക്കുക മാത്രമല്ല, വളരെ കൃത്യമായി തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന പുസ്തകത്തിലൂടെ ഖുർആനിന്റെ യാതൊന്നിന്റെയും അർത്ഥം പഠിക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ആ കാലഘട്ടത്തിൽ അതിനെതിരെ സംസാരിച്ചവർ പുത്തൻവാദികളായിരുന്നു. നമ്മുടെ വാപ്പകാരന്മാർ പണ്ടേ പറഞ്ഞതാണ് നഫീസത്തുമാല മദീന്ന്. ഒരു പറയാ ഡോക്ടർ എടുത്തു പോകണം. നമ്മുടെ വാപ്പകാരന്മാർ പണ്ടേ പറഞ്ഞതാ പെൺകുട്ടികളെ എത്തും പാനയും പാടില്ല. ഒരു പറയാ പെൺകുട്ടികളെ പഠിപ്പിക്കാന്ന്. എന്താ സ്ഥിതി എന്ന് ചോദിച്ചുകൊണ്ട് വാപ്പകാരണവന്മാരുടെ പേര് പറഞ്ഞ് അന്ന് ഈ കാര്യങ്ങളെ എതിർത്തവർക്കെതിരിൽ ശക്തമായ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. മുത്തന്നൂരിൽ ഈ ഒരു ആശയം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരാൾ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മയ്യത്ത് കബറടക്കാതെ ദിവസങ്ങളോളം ഇതേ കാര്യം പടച്ചുപോയവനാണ്. പെൺകുട്ടിക്ക് കയ്യെഴുത്ത് എഴുതാൻ ആവാന്ന് പറഞ്ഞവനാണ്. ഖുർആൻ പരിഭാഷ പറ്റൂന്ന് പറഞ്ഞവനാണ്. പുത്തൻവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സഹോദരങ്ങളെ അന്ന് ആ മയ്യത്ത് കബറടക്കാതിരുന്നത്. ചില ഓർമ്മകൾ നമുക്കുണ്ടാകേണ്ടത്, അതൊക്കെ ഈ സമൂഹത്തോട് പറഞ്ഞത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന അക്കൗണ്ടിലായിരുന്നു. അതാണ് വിഷയം. അവിടെ ശക്തമായ പരിശ്രമങ്ങൾ കേരള സമൂഹത്തിൽ ഉണ്ടായി. 1922 കേരള മുസ്ലിം ഐക്യ സംഘം രൂപീകൃതമായി. മുസ്ലിങ്ങൾക്കിടയ്ക്കുള്ള പടലപ്പിണക്കങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും പരിഹരിക്കുന്നത് വേണ്ടി കേരള മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചപ്പോൾ ശക്തമായ പിന്തുണ അതിനുണ്ടായി.
കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ യോഗത്തിന്റെ തീരുമാനപ്രകാരം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കുക എന്നത് ഐക്യസംഘത്തിന്റെ അജണ്ടയായി വന്നു. അങ്ങനെയാണ് 1924 കേരളത്തിലെ ഒന്നാമത്തെ പണ്ഡിത സംഘടന, അൽഹംദുലില്ലാഹ്, ഇന്നെല്ലാവരും സമ്മതിച്ചു, കേരളത്തിലെ ഒന്നാമത്തെ പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമ അല്ല, കേരള ജംഇയ്യത്തുൽ ഉലമ അല്ല, മറിച്ച് കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സംഘം. കേരള ജംഇയ്യത്തുൽ ഉലമ പണ്ഡിതന്മാരുടെ കൂട്ടായ്മ എന്ന് അർത്ഥമുള്ളൂ. ഇത് ക്രിസ്ത്യാനികളുടെ സംഘത്തിന് അറബിയാക്കുമ്പോൾ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് കിട്ടും. എന്ത് കേരള ജംഇയ്യത്തുൽ ഉലമ? എന്തിനു വേണ്ടിയുള്ള ജംഇയ്യത്തുൽ ഉലമ? എന്തിനു വേണ്ടിയാണ് പണ്ഡിതന്മാർ യോജിക്കേണ്ടത്? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സംഘം. ആ അഹ്ലുസ് സുന്ന, അതിന്റെ വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാഹ് ഇവിടെ വരാൻ പോകും. ഞാൻ വിശദമായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. ഇസ്ലാമിന്റെ യഥാർത്ഥ ശബ്ദം റസൂലുള്ളയും സ്വഹാബത്തും പഠിപ്പിച്ച ആ രീതിശാസ്ത്രം, അതാണ് രക്ഷാമാർഗം. അതിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനുള്ള സംഘം 1924 അത് രൂപീകരിച്ചപ്പോ അന്ന് മുജാഹിദോ സുന്നിയോ ജമാഅത്തോ ഒന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരൊറ്റ കൂട്ടായ്മയിൽ അതിന്റെ ചട്ടങ്ങളിൽ എഴുതി വെച്ചു. വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും സലഫുകളുടെ മാർഗമനുസരിച്ച് ആണ് നാം സ്വീകരിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്കാണ് ഇതിൽ മെമ്പർഷിപ്പ്. ഖുർആനും സുന്നത്തും എന്ന് നേരെ അങ്ങ് പറഞ്ഞാൽ പോരാ. ആ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ആ ഖുർആൻ നമുക്ക് ഓതിത്തന്ന, ഹദീസ് നമുക്ക് പറഞ്ഞു തന്ന റസൂലുള്ള ആ ആയത്തിനെ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കി? അതാദ്യമായി കേട്ട പ്രൈമറി ഓഡിയൻസ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ആ ആയത്തിനെ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കി? ആ രൂപത്തിൽ മനസ്സിലാക്കുന്നവർക്കാണ് ഇതിൽ മെമ്പർഷിപ്പ് എന്ന് അന്ന് നമ്മൾ എല്ലാവരും കൂടി എഴുതി ഉണ്ടാക്കി. അങ്ങനെ രണ്ടേ രണ്ട് കൊല്ലം കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ഒന്നിച്ച് നീങ്ങി. പക്ഷേ 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഇബ്ലീസിന് സഹിച്ചില്ല. എന്തൊരു വിഷയം വരുമ്പോഴും ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ, അതിന്റെ ആദ്യ തലമുറ ഏത് രൂപത്തിലാണ് മനസ്സിലാക്കിയത് എന്ന് വന്നപ്പോൾ ഈ സമൂഹത്തിലുണ്ടായിരുന്ന പല ദുരാചാരങ്ങളും വേണ്ട എന്ന് വെക്കേണ്ടി വന്നു. മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വീട്ടിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും ആ മരണപ്പെട്ട വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. ബഷീർ എന്ന വ്യക്തിയാണ് മരണപ്പെട്ടതെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി ബഷീർ, ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ദുആ ചെയ്യണം. എന്നാൽ മരണപ്പെട്ട വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു ദുആ നിർവഹിക്കുകയും അവിടെ വന്ന എല്ലാവരും ആമീൻ പറയുകയും ചെയ്തൊരു സമ്പ്രദായമുണ്ടോ? ജമിയത്തുൽ ഉലമ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയിൽ ചർച്ച വന്നു, ഹദീസിൽ കാണുന്നില്ല. അപ്പൊ പിന്നെ അതെങ്ങനെ നമ്മൾ കൊണ്ടു നടക്കും? ഇത് തിരുത്താനല്ലേ നമ്മൾ ഇവിടെ ഖബർ സിയാറത്തുണ്ട്. ഖബർ കെട്ടിപ്പൊന്തിക്കാൻ ഇസ്ലാമിൽ തെളിവുണ്ടോ? പരിശോധിച്ച് നോക്കുമ്പോൾ കെട്ടിപ്പൊന്തിക്കാൻ തെളിവില്ല. അതോടുകൂടി പെട്ടെന്ന് രൂക്ഷമായി പ്രശ്നങ്ങൾ. തെളിവുകൾ കേൾക്കാൻ റെഡിയല്ല. ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. നമ്മുടെ വാപ്പകാരണവന്മാർ പണ്ടേ ഖബർ കെട്ടി ഉയർത്തിയിട്ടുണ്ട്, ഞങ്ങളത് ചെയ്യും. ഭിന്നിപ്പായി. 1926 കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സംഘം എന്ന ആ സംഘടനയുടെ തൊട്ടു മുമ്പ് സമസ്ത എന്ന് എഴുതി ചേർത്ത് ആദ്യത്തെ പിളർപ്പ്, കേരള മുസ്ലിം സമൂഹത്തിലെ ആദ്യത്തെ പിളർപ്പ് 1926 ഉണ്ടായത്. അത് അവരും സമ്മതിക്കും. സമസ്ത ഉണ്ടായത് 1926 എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, സംഘടനാ രൂപത്തിൽ സമസ്തയും മുജാഹിദും ഒക്കെ ഉണ്ടായത് 20 ശേഷം. നിങ്ങൾ 1921 ശേഷം ഉണ്ടായതല്ലേ? എല്ലാവരും 1920 ശേഷം അവിടെ സമസ്ത ഉണ്ടായത്, 1921 ശേഷം അവിടെ പിന്നെ മുജാഹിദ് ഉണ്ടായത്. സംഘടനാ രൂപത്തിൽ എല്ലാം ഉണ്ടായത് 21 ശേഷം. എന്നാൽ രണ്ടു കൂട്ടരും പറയുന്ന ആദർശം 21 മുമ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യമുണ്ടായത് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി ശരിയല്ല. അപ്പൊ സഹോദരങ്ങളെ, അങ്ങനെ കേരള സമൂഹത്തിൽ വലിയ ഒരു വിവാദമാണ്, ഖണ്ഡനങ്ങളാണ്, മണ്ഡനങ്ങളാണ്, വാദപ്രതിവാദമാണ് 1926 ഉണ്ടായിട്ടുള്ളത്. ആ 26 ഉണ്ടായ ഭിന്നിപ്പിന്റെ കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട വിഷയം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ സ്വർഗത്തിന്റെ താക്കോലായ ആദർശത്തിനെതിരെ
മുസ്ലിമീങ്ങളായ ആളുകൾ അല്ലാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയമാണ് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ മുഖ്യമായും ചർച്ച ചെയ്തത്. അന്ന് ചർച്ച ചെയ്ത ആ വിഷയം അതേ പ്രാധാന്യത്തിൽ ഇപ്പോഴും നിലകൊള്ളുന്നു എന്ന് മാത്രമല്ല, അന്നുണ്ടായിരുന്ന അന്ധവിശ്വാസത്തെ കവച്ചു വെച്ചുകൊണ്ട് ഇത് കമ്പ്യൂട്ടർ യുഗമാണ്, ഇത് ഇന്റർനെറ്റിന്റെ ലോകമാണ്, അതുകൊണ്ട് CM-നെ തന്നെ പടച്ചോനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ പടച്ചോനാണെന്ന് പറഞ്ഞ് പാട്ടുപാടി പണ്ഡിതന്മാരെ അകമ്പടിയോടുകൂടി പറയുമ്പോ അതൊന്ന് എതിർക്കാൻ പോലുമുള്ള നട്ടെല്ലില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്നത്തെ സമൂഹം എത്തിയെങ്കിൽ അവിടെയാണ് സഹോദരങ്ങളെ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാത്രം ചെയ്യേണ്ട പണിയല്ല. മുസ്ലിങ്ങളായ എല്ലാവരും ഒറ്റക്കെട്ടായി പറയണം, CM പടച്ചോനല്ല, അള്ളാന്റെ കഴിവ് അള്ളാഹ് മറ്റൊരു സൃഷ്ടിക്ക് കൊടുക്കൂല. അപ്പൊ അള്ളാന്റെ കഴിവാവൂ? അള്ളാന്റെ കഴിവ് അള്ളാഹു മറ്റൊരു സൃഷ്ടിക്ക് കൊടുത്താ പിന്നെ അള്ളാന്റെ കഴിവാവൂ അത്? അപ്പൊ അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യവും, അത് സമീആകട്ടെ, ബസീറാകട്ടെ, ഖബീറാകട്ടെ, അലീമാകട്ടെ, ഒരു കഴിവും അള്ളാഹു അല്ലാത്ത ഒരാൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുകയില്ല. ഈ ദുർന്യായം, പടച്ചോൻ കഴിവ് കൊടുക്കൂലേ എന്ന ഈ ദുർന്യായമാണ് ഈ CM മരബൂർ പടച്ചോനെ പിന്നെ പടക്കാനുള്ള കഴിവും കൊടുത്തൂടെ, പിന്നെ എന്തിനാ പടച്ചോൻ? ഈ അവസ്ഥയിലേക്ക് അബൂജഹൽ പോലും നാണിച്ചു പോകുന്ന, എന്നെക്കാളും വലിയൊരു മുശ്രിക്ക് ലോകത്തോ എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലേക്ക് ശിർക്ക് വ്യാപകമായി. സാധാരണക്കാരായ സമസ്തക്കാർ ഇത് അംഗീകരിക്കുന്നില്ല. നിങ്ങൾ മൗവഞ്ചേരിയിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു സാധാരണ സമസ്തക്കാരനോട് ചോദിക്ക്, ഈ ലോകത്തിന്റെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും CM ആണ്, പോടാ അവിടുന്ന്, ഞാൻ ശൂന്യൊക്കെ തന്നെ, ആ വാദം നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് സാധാരണക്കാർ പറയും. കാരണം അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅക്കെതിരാണ്. പക്ഷേ സ്റ്റേജുകൾ കെട്ടി വെള്ളക്കുപ്പായമിട്ടിട്ടാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെയുള്ള ശക്തമായ മുന്നേറ്റം മുമ്പത്തേക്കാളുപരി ശക്തി പ്രാപിച്ചു വരേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ദൗത്യ നിർവഹണ മാർഗത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി മുന്നേറുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളവരും മനുഷ്യരാണ് എന്നതുകൊണ്ട് തന്നെ പിശാച് നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ള തിരുനാവ് കൊണ്ട് പറഞ്ഞെങ്കിൽ, മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശരാവുക അല്ല വേണ്ടത്. ഇതൊക്കെ പ്രവചനത്തിൽ വന്നതാണ്. ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഫഅലൈക്കും ബിസുന്നതി. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി ഇരിക്കരുത്. ജമാഅത്തിന് വരുന്നത് നിർത്താൻ പാടില്ല, ദഅവത്ത് നിർത്താൻ പാടില്ല. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീൻ. അപ്പോൾ എന്റെയും എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെയും മാർഗത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. അണപ്പല്ല് കൊണ്ട് അതിനെ മുറുകെ പിടിക്കണം. അതാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മാർഗം മുറുക്കി പിടിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉള്ളപ്പോഴും ഈ നാട്ടിലെ നിരീശ്വരവാദങ്ങൾക്കെതിരെ നാട് നിറഞ്ഞ്, ക്യാമ്പസ് നിറഞ്ഞ് വിസ്ഡം സ്റ്റുഡൻസ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഡയലോഗ് പരിപാടികളിലൂടെ നാടുകളിലേക്ക് ഇറങ്ങിക്കൊണ്ട് വിസ്ഡം യൂത്ത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും നിരീശ്വരവാദത്തിന് കരകയറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഫാമിലി കോൺഫറൻസുകളിലൂടെ, ഇതേപോലെയുള്ള ആദർശ സമ്മേളനങ്ങളിലൂടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ പോഷകഘടകങ്ങളും ശക്തമായി മുന്നേറുന്നുണ്ടെങ്കിൽ, അതിന്റെ നേതാക്കന്മാരുടെ ചിന്താശേഷിയുടെ ഫലമല്ല, മറിച്ച് സത്യം കയ്യിലെടുത്തപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഒന്ന് മാത്രമാണ്. ഈ സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തിലെ എല്ലാ സംഘടനകളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചക്കരക്കല്ലിൽ ഈ അടുത്തൊരു പരിപാടി നടക്കുകയുണ്ടായി. സമസ്തയുടെ ബാനറിലാണ് ആ പരിപാടി നടന്നത്. ഞങ്ങൾക്ക് ആ പരിപാടിയെ കുറിച്ച് ഒരു പരാമർശം നടത്താനുണ്ട്. മറ്റൊരു സംഘടനയുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുന്ന പ്രശ്നമേ മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല. പക്ഷേ ഏതു പ്രസ്ഥാനത്തിലുള്ള ഭിന്നിപ്പും, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത് മുസ്ലിം ഐക്യത്തെ ഒരു രൂപത്തിലും ബാധിച്ചില്ല.
അക്കാരണത്താൽ വോട്ടുകൾ ഭിന്നിച്ചുപോയി ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകനും ഇന്നേ വരെ വിലയിരുത്തിയിട്ടില്ല. ഈ ഭിന്നിപ്പുകളെല്ലാം ഉള്ളപ്പോഴും കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം കോർഡിനേഷൻ സമിതിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്ന് സമുദായത്തെ ബാധിക്കുന്ന വഖഫ് വിഷയമാകട്ടെ, പാഠപുസ്തക വിഷയമാകട്ടെ, ഏകീകൃത സിവിൽ കോഡ് വിഷയമാകട്ടെ, എല്ലാറ്റിലും ഒറ്റക്കെട്ടായി ഒന്നിച്ചു പത്രസമ്മേളനത്തിലിരുന്ന് സമുദായത്തിന്റെ പ്രശ്നങ്ങളെ ഒറ്റക്കെട്ടായി അഡ്രസ് ചെയ്യാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിക്കുന്നുണ്ട്. എന്നാൽ സമസ്തയിൽ ഇതിന് വിഭിന്നമായ രൂപങ്ങളുണ്ടോ എന്ന് സംശയിക്കണം. കാരണം ഒരു കാരണവശാലും മുസ്ലിം സമുദായത്തിന്റെ ഭദ്രതയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം പാടില്ല. ആ നീക്കത്തിന്റെ സൂചനയാണോ ചക്കരക്കല്ലിലെ സമീപത്തുള്ള മുഴുവൻ മഹല്ലുകളും ബഹിഷ്കരിക്കുമാറ് ഈ ചക്കരക്കല്ലിന്റെ വിരിമാറിൽ സമസ്ത സംഘടിപ്പിച്ച പരിപാടിയുടെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം, ആ രാഷ്ട്രീയ ലക്ഷ്യം എല്ലാവരും തിരിച്ചറിയണം. കാരണം ഈ ചക്കരക്കല്ലും പരിസര പ്രദേശത്തുമുള്ള മുഴുവൻ മുസ്ലിങ്ങളും ബുദ്ധിയുള്ളവരാണ്, ആവറേജ് ബുദ്ധിയുള്ളവരാണ്. അവർക്ക് ആ കാര്യം ബോധ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ആ പരിപാടിയിലെ വിഷം നിറഞ്ഞ പരാമർശങ്ങൾ അത് സംഘാടകർ തന്നെ ഒന്ന് ചിന്തിക്കണം. അതാർക്കാണ് ഗുണം ചെയ്യുക എന്ന് ചിന്തിക്കണം. ഏതുവരെ അതിലവർ പറഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തെക്കുറിച്ച്, സമസ്തയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്. ആ പറഞ്ഞവരെന്തിനാണ് പൊന്നാനിയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എങ്ങനെ സമദാനിയുടെ വോട്ട് കുറക്കാം? ഇതാണോ സമസ്തയുടെ അജണ്ട? ഇതാണോ സമസ്തയുടെ അജണ്ട? അപ്പോൾ സമസ്തയുടെ ഉള്ളിൽ നിന്ന് ഇവിടെ പരിപാടി സംഘടിപ്പിച്ചവർ പോലും സമുദായത്തിന്റെ വിഷയത്തിൽ പറയുന്നതിന് വിരുദ്ധമായി ദുഷ്ടമായ രാഷ്ട്രീയലാക്ക്. സമദാനിക്ക് വോട്ട് ചെയ്യുന്ന മുജാഹിദുകൾ ഉണ്ടാകും, ചെയ്യാത്ത മുജാഹിദുകൾ ഉണ്ടാകും. സമദാനിക്ക് വോട്ട് ചെയ്യുന്ന സമസ്തക്കാരുണ്ടാകും, ചെയ്യാത്തവരുണ്ടാകും. മുജാഹിദിലും സമസ്തയിലും ഒക്കെ വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണക്കാരുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. മറിച്ച് ഒരു സംഘടനക്കുള്ളിൽ നിന്നുകൊണ്ട് കേവലമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രീതി കണ്ടു എന്നതാണ്. അത് സമസ്ത തന്നെ തുറന്നു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ടാണ്, അല്ല നിങ്ങൾ എന്തിനാ പരിപാടി വെച്ചിട്ട് സമസ്തയിലുള്ള പ്രശ്നം പറയുന്നത്? ഒറ്റക്കാര്യം, മുസ്ലിം സമുദായത്തിന്റെ ഭദ്രതയെ ബാധിക്കുന്ന സമീപനം ആരും സ്വീകരിക്കാൻ പാടില്ല എന്നതാണ്. മുജാഹിദുകളും സമസ്തയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലേ? ഉണ്ട്. ഒരു കോംപ്രമൈസും ആ വിഷയത്തിലില്ല. ഈ ചക്കരക്കല്ലിലെ ഏതൊരാൾ മുഹൈദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണമെന്ന് വിളിച്ചാലും പാടില്ല, ശിർക്കാണത് എന്ന് ഞങ്ങൾ പറയും. അത് ആദർശമാണ്, അത് തുറന്നു പറയും. എന്നാൽ ആ വ്യക്തിയും നമ്മളും എല്ലാവരും മുസ്ലിം സമുദായം എന്ന നിലക്ക് ഒരേ ഖിബ്ല അംഗീകരിക്കുന്ന, ഒരേ ഖുർആൻ അംഗീകരിക്കുന്ന, ഒരേ പ്രവാചകൻ അംഗീകരിക്കുന്ന എല്ലാവരും മുസ്ലിങ്ങളാണ്. എല്ലാ മുസ്ലിങ്ങളും സ്വർഗത്തിൽ പോവില്ല. അതുകൊണ്ട് മുസ്ലിം സമുദായം എന്ന നിലക്ക് ഒരു പൊതു ഐക്യം ഇവിടെയുള്ള ഏത് വിഷയത്തിലും, ഈ ചക്കരക്കല്ലും പരിസര പ്രദേശവും മാത്രം എടുത്തോ, ഇവിടെ ഒരാൾക്ക് രോഗം വന്നാൽ അയാൾ മുജാഹിദാണോ, സമസ്തയാണോ, ജമാഅത്താണോ, തബ്ലീഗാണോ, അദ്ദേഹം ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ നോക്കാറുണ്ടോ? ഇല്ല. ഇവിടെയുള്ള വ്യത്യസ്തങ്ങളായ കാരുണ്യ സംവിധാനങ്ങളിൽ നമ്മൾ ഒറ്റക്കുന്നു പൊരുന്നു. ഈ ചക്കരക്കല്ലിന്റെ വികസനത്തിൽ, ഇവിടുത്തെ പുരോഗപ്പെടുന്ന വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. എന്നാൽ ഇവിടത്തേക്ക് പരിചയമില്ലാത്ത തരത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലേക്ക് വിഭാഗീയതയുടെ വിത്തുകൾ ഉണ്ടാക്കുന്ന, മഹല്ലുകളിൽ അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഇത് പറയാൻ കാരണം ഇത് പറയിപ്പിച്ചതാണ്, ഇതെന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇവിടെ നടന്നിട്ടുള്ള ആ പരിപാടി ചിലരെങ്കിലും അവരുടെ നെറ്റിലെങ്കിലും അത് കേട്ടിട്ടുണ്ടാകും. വളരെ കൃത്യമായ ഒരു ദുഷ്ടലാക്ക് സമസ്തയുടെ ബാനറിൽ ചക്കരക്കല്ലിലും പരിസര പ്രദേശങ്ങളിലും മഹല്ലുകളിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചും ആ പരിപാടിയിൽ പരാമർശമുണ്ടായി. ഇടത്തും വലത്തുമായി KM മൗലവിയും NV അബ്ദുറഹിമാൻ മൗലവിയും ഉണ്ടായിരുന്നു. അഥവാ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ തന്നെ യോജിക്കാവുന്ന മേഖലകളിൽ അവർ ഒന്നിച്ചിരുന്നു. മണിക്കൂറുകളോളം ചർച്ച നടത്തി. ഞാൻ പറയുന്നത് ഈ ഒരു രീതി, അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ കേരളം വളർത്തിയെടുത്തൊരു സംസ്കാരമാണ്. അതിന്റെ ഗുണം നമുക്ക് ലഭിക്കുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി. കേരളത്തിലെ മുസ്ലിങ്ങളെക്കാൾ ഇരട്ടിക്കിരട്ടി മുസ്ലിങ്ങളുണ്ട് ഉത്തർപ്രദേശിൽ, ബീഹാറിൽ, കാശ്മീരിൽ.
പക്ഷേ അവിടുന്ന് വ്യത്യസ്തമായി കേരളത്തിലെ മുസ്ലിമീങ്ങൾ വ്യതിരിക്തമായി നിൽക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന യഅബ്ദൂനനി ലാ യുശ്രികൂന ബി ശൈഅ എന്ന് തുടങ്ങുന്ന 24-ാം അധ്യായമായ സൂറത്തു നൂറിലെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയതാണ്. വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾ, ആ സത്യവിശ്വാസികൾക്ക് നാം വാഗ്ദാനം നൽകുന്നു. ഒന്ന്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർക്ക് ഖിലാഫത്ത് സ്വാധീനം നൽകിയതുപോലെ അവർക്കും നാം സ്വാധീനം നൽകും. മാത്രമല്ല വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും, അവർക്ക് തൃപ്തിപ്പെട്ട ദീനിന് നാം നിലനിൽപ്പ് നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, അവർക്ക് ഭയത്തിന് ശേഷം നാം നിർഭയത്വം നൽകും. എന്താ കണ്ടീഷൻ? യഅബ്ദൂനനി ലാ യുശ്രികൂന ബി ശൈഅ, അവർ എന്നെ ആരാധിക്കണം, എന്നോട് യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ഈ കണ്ടീഷൻ പാലിച്ചാൽ അപ്പോൾ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും യഅബ്ദൂനനി ലാ യുശ്രികൂന ബി ശൈഅ, നിങ്ങൾ എന്നെ ആരാധിക്കണം, എന്നോട് യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന കണ്ടീഷൻ ഏറ്റവും കൂടുതൽ പാലിക്കപ്പെട്ടത് കേരളത്തിലാണ്. കേരളത്തിൽ പള്ളി 1-ാം സ്ഥാനത്തും ജാറം 2-ാം സ്ഥാനത്തുമാണ്. എന്നാൽ മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെയല്ല. വെള്ളിയാഴ്ചകളിൽ പോലും പള്ളികൾ ശൂന്യമായി നിൽക്കുമ്പോൾ ജാറങ്ങളിൽ പുഴുക്കൾ അളക്കുന്നത് പോലെ മനുഷ്യരെ, സ്ത്രീകളെ അടക്കം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ കണ്ടീഷൻ യഅബ്ദൂനനി ലാ യുശ്രികൂന ബി ശൈഅ എന്ന കണ്ടീഷൻ കേരളം പാലിച്ചത് കൊണ്ടാണ്, കേരളത്തിലെ മുസ്ലിമീങ്ങളെ ആ നിലക്ക് മുജാഹിദ് പ്രസ്ഥാനം വഴി നടത്തിയത് കൊണ്ടാണ് അടിസ്ഥാനപരമായി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിങ്ങൾക്ക് കൂടുതൽ ഇസ്സത്ത് ഈ കൊച്ചു നാട്ടിൽ നമുക്ക് ലഭിക്കുവാനുള്ള കാരണം എന്നത് വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചക ചര്യയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിലെ മുസ്ലിം മുഖ്യമന്ത്രിയായി വന്ന CH മുഹമ്മദ് കോയ സാഹിബ്, അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു മെമ്പറോ ഭാരവാഹിയോ ഒന്നും ആയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഹജ്ജ് യാത്രാ വിവരണം നമ്മൾ വായിക്കണം. ആ ഹജ്ജ് യാത്രാ വിവരണത്തിൽ മദീനയിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് സന്ദർശിക്കുന്ന സന്ദർഭം വിവരിച്ചുകൊണ്ട് അവിടുന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതാണ് യഥാർത്ഥ ഖബർ സിയാറത്ത് എങ്കിൽ നമ്മുടെ നാട്ടിൽ ഖബറുകളുടെ അടുത്ത് ആളുകൾ പോയി കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ യാത്രാ വിവരണത്തിൽ വിശദീകരിക്കുന്നു. അത് വിശദീകരിച്ചത് മുഖ്യമന്ത്രി സ്ഥാനത്തെത്താൻ CH തടസ്സമായിട്ടില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഐഡന്റിറ്റി, തൗഹീദിന്റെ സുന്നത്തിന്റെ ഐഡന്റിറ്റി മുറുക്ക പിടിച്ചു എന്നതുകൊണ്ട് സമുദായ ഐക്യത്തിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചക്കരക്കല്ലിൽ ഈ അടുത്ത് നടന്നിട്ടുള്ള സമസ്തയുടെ പരിപാടി നേരത്തെ ഈ നാടുകളിൽ നടന്നിട്ടുള്ള സമസ്തയുടെ പരിപാടികളിൽ നിന്നും ഏറെ വ്യത്യാസമുണ്ട് എന്നതാണ്. എന്താണ് ആ വ്യത്യാസം? വളരെ കൃത്യമായി ഒരു മതസംഘടന ചെയ്യാൻ പാടില്ലാത്ത പ്രവണതകൾ, ആ പ്രവണതകൾക്ക് ശക്തമായ ആഴം വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് ചക്കരക്കല്ലിലെ സമസ്തയുടെ സമൂഹം വിലയിരുത്തി എന്നതുകൊണ്ടാണ് ശക്തമായ ബഹിഷ്കരണം പോലെ ആ പരിപാടിക്ക് അനുഭവപ്പെടാനുണ്ടായ കാരണം. അവിടെയുള്ള പരാമർശങ്ങൾ കേട്ടാൽ ഇന്നും ആ ലിങ്ക് നമുക്ക് കിട്ടും. ആ പരാമർശങ്ങളിലൂടെ വിഷലിപ്തമായ ചില അജണ്ടകൾ നമുക്കവിടെ കാണാൻ പറ്റും. അത് തിരിച്ചറിയേണ്ടത് ഈ സമുദായത്തിന്റെ ആവശ്യമായതുകൊണ്ടാണ്. സുപ്രഭാതം എന്ന് പറയുന്ന ഒരു പത്രം, അത് സമസ്തയുടെ മുഖപത്രമാണ്. ആ മുഖപത്രത്തിൽ ഈ നാട്ടിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു പരസ്യം കൊടുക്കാനുള്ളതാണോ ചന്ദ്രിക? അതിനുള്ളതാണോ മാധ്യമം? അതിനുള്ളതാണോ സിറാജ്? അതിനുള്ളതാണോ സുപ്രഭാതം എന്ന് സമുദായത്തിൽ ആർക്കും ചോദിക്കാം. കേവലമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി വളരെ കൃത്യമായി സുപ്രഭാതത്തിലേക്ക് നുഴഞ്ഞു കയറിയത് ആരാണ്?
ആർക്കും അതിനെ ഇന്നും ന്യായീകരിക്കാൻ സാധിക്കുന്നില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ആ പരസ്യത്തിന് പിന്നിലുള്ള കറുത്ത ശക്തികൾക്ക് വളരെ കൃത്യമായ മറുപടി പാലക്കാട് വെച്ച് ലഭിച്ചിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, മറിച്ച് അവിടെ സംഭവിക്കേണ്ടത് വളരെ കൃത്യമായും മതേതര സമൂഹത്തിന്റെ കൂട്ടായ്മയായിരുന്നുവെങ്കിൽ വളരെ കൃത്യമായി രാജ്യം ഭരിക്കുന്ന ഫാഷിസ്റ്റ് കൂട്ടായ്മയെ രണ്ടാം സ്ഥാനത്ത് നിർത്തി വളരെ കൃത്യമായ ഒരു വിജയം അവിടെ ഉണ്ടായതിന്റെ അടിസ്ഥാനപരമായ കാരണം മുസ്ലിം സമുദായത്തിന്റെ, വിശിഷ്യ സമസ്തയടങ്ങുന്ന മുസ്ലിം സമൂഹത്തിന്റെ ശക്തമായ താക്കീത് യഥാർത്ഥത്തിൽ ഈ പരസ്യം കൊടുത്തവർക്കെതിരെ പാലക്കാട് വരികയായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ആർക്കും ഇത് ഈ വിഷയം മനസ്സിലാകും. അതുകൊണ്ട് അത്തരം ദുഷ്ടലാക്കുകൾ ഒരിക്കലും മുസ്ലിം സമുദായം, അത് മുജാഹിദ് പ്രസ്ഥാനമെന്നോ സമസ്തയെന്നോ വ്യത്യാസമില്ല, അവരൊരിക്കലും അതിനെ പൊറുക്കുകയില്ല, അത് തിരിച്ചറിയും എന്ന് മാത്രമാണ്. മുജാഹിദ് പ്രസ്ഥാനവും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം, കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം ചരിത്രം പരിശോധിക്കുന്നവർക്ക് അത് ബോധ്യമാകും. അതൊരിക്കലും കേവലമായ രാഷ്ട്രീയമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് ഈ സമുദായത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ സമുദായത്തിന്റെ പൊതുവെയുള്ള നന്മക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, സ്വസമുദായത്തിന്റെ ഗുണത്തിന് വേണ്ടി സംഘടിക്കൽ ഭരണഘടനാ വിധേയമാണ്, ഭരണഘടനാപരമായി പാടുള്ള കാര്യമാണ്. മറ്റുള്ളവരുടെ അവകാശത്തെ ലംഘിക്കാൻ പാടില്ല എന്ന് മാത്രം. അതൊക്കെ ഈ ചക്കരക്കല്ലിൽ വന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ച ആ സമസ്തയുടെ പ്രത്യേക വിഭാഗമുണ്ടല്ലോ, അവർ ആ ചരിത്രം പഠിക്കണം. കെ എം മൗലവി വലതും NV അബ്ദുസ്സലാം മൗലവി ഇടത്തും ഇരുന്ന് അതിന്റെ മുമ്പിൽ പ്രസിഡന്റായി ബാഫക്കി തങ്ങൾ ഇരുന്ന ഒരു ചരിത്രത്തെ ആരും മറന്നു പോകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഫാഷിസം ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം സമുദായത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ സന്തോഷിപ്പിക്കുന്ന നിലപാട് ആര് സ്വീകരിച്ചാലും, സമുദായത്തിലെ ആര് സ്വീകരിച്ചാലും അവർക്ക് ചക്കരക്കല്ലിൽ സ്ഥാനമില്ല എന്ന് തെളിയിച്ചു കൊടുത്തത് ഈ പ്രദേശത്തുള്ള സാധാരണക്കാരായ സമസ്തക്കാരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ എന്തിനാണ് സമസ്തയുടെ കാര്യം പറയുന്നത്? പൊതുവേദിയിൽ വെച്ച് വിഭാഗീയത ഉണ്ടാക്കുന്ന സംസാരങ്ങൾ ഉണ്ടായെങ്കിൽ അതിന് പൊതുവേദിയിൽ വെച്ച് തന്നെ അതിന്റെ യഥാർത്ഥ വസ്തുത പറയുക എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടാണ്, അതിന്റെ പ്രഖ്യാപിത നിലപാടാണ് എന്നതുകൊണ്ടാണ് ആ കാര്യം വളരെ ബോധപൂർവം ഇവിടെ പരാമർശിച്ചുള്ളത്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ചക്കരക്കല്ലിലും പരിസര പ്രദേശങ്ങളിലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചക്കരക്കല്ല് ടൗണിലുള്ള ഹൃദയഭാഗത്തുള്ള ഈ നാട്ടിലുള്ള എല്ലാ നല്ലവരുടെയും പണം സ്വീകരിച്ച് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി വഖഫ് ചെയ്ത ഒരു സ്ഥാപനമുണ്ട്. അത് വിസ്ഡത്തിന്റെ പള്ളിയല്ല, അതവിടുത്തെ ട്രസ്റ്റിന്റെ പള്ളിയല്ല, അത് അല്ലാഹുവിലേക്ക് വഖഫ് ചെയ്തതാണ്, റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്തതാണ്. ഈ ചക്കരക്കല്ലിന്റെ ദീനിയായ കാര്യങ്ങൾ പഠിക്കാനുള്ള കേന്ദ്രമായി അൽഹംദുലില്ലാഹ് അത് മാറിയിട്ടുണ്ട്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ കൃത്യമായി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി. അതുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ കൂട്ടായ്മ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായപ്പോൾ മാറി നിന്നുകൊണ്ട് ദഅവത്തുമായി മുന്നോട്ട് പോവുക എന്ന അജണ്ടയാണ് വിസ്ഡം സ്വീകരിച്ചിട്ടുള്ളത്. ഒന്നിച്ച് ഈ പ്രസ്ഥാനം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ 10,000 ഒരേ സമയത്ത് കേൾക്കുന്ന പീസ് റേഡിയോ നമുക്കുണ്ടായിരുന്നില്ല, ഡോർ ടു ഡോർ എന്ന സംവിധാനം വ്യാപകമായി നമുക്കുണ്ടായിരുന്നില്ല. എന്നാൽ അതിശക്തമായി ഏത് രംഗത്ത് ഇസ്ലാമിന്റേതായ തെളിമ ആവശ്യമുണ്ടോ, അത് നിരീശ്വരവാദികളോടാണോ, ഓൺലൈൻ എങ്കിൽ ഓൺലൈൻ, ഓഫ്ലൈൻ എങ്കിൽ ഓഫ്ലൈൻ. ഇനി വരുന്നത് കുടുംബത്തെ തകർക്കാനുള്ള അജണ്ടയാണോ? കണ്ണൂരിന്റെ കലക്ട്രേറ്റ് മൈതാനിയിൽ മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു സമ്മേളനം സംഘടിപ്പിച്ചിട്ടില്ല. കാരണം വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികൾ പരിപാടി നടത്തുന്ന 10,000 ഉൾക്കൊള്ളാൻ പറ്റുന്ന കണ്ണൂരിലെ കലക്ട്രേറ്റ് മൈതാനി ഫാമിലി കോൺഫറൻസിലൂടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് അത് നിറഞ്ഞു കഴിയുന്ന അവസ്ഥ എത്തിയെങ്കിൽ ഇതിന്റെ സംഘടനാ ബലമല്ല, മറിച്ച് ജനങ്ങൾ ദീൻ കേൾക്കാൻ, കുടുംബ പ്രശ്നങ്ങൾക്ക്
പരിഹാരവുമായി കണ്ണൂരിലേക്ക് ഒഴുകിയപ്പോഴാണ് അതൊരു ചരിത്രമായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം കേവലം ഒരു സംഘടനാ പ്രവർത്തനമല്ല, മറിച്ച് എന്റെയും നിങ്ങളുടെയും മക്കൾ നാളെ നമുക്കെതിരെ വിരൽ ചൂണ്ടുന്ന അവസ്ഥ ഉണ്ടാകരുത്. അവർ സുബഹിക്ക് എഴുന്നേൽക്കാത്തൊരവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ശബ്ദം അവരറിയണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ നാട്ടിലുള്ള എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട്. കാരണം നമുക്ക് മെമ്പർഷിപ്പ് കൂട്ടി ആളെ കൂട്ടിയിട്ട് ഒന്നും കിട്ടാനില്ല. ഞാൻ വാക്ക് തരാം, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു സ്ഥാനാർത്ഥി ഉള്ളിൽ നിന്നോ പിന്നിൽ നിന്നോ പിന്തുണച്ചുകൊണ്ട് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ചക്കരക്കലിലോ എവിടെയും ഉണ്ടാവുകയില്ല. ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്യും, കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇത് നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ട സുപ്രധാനമായ ഒരു ദൗത്യമാണ്. ഇന്ന് അന്ധവിശ്വാസം അതിരുകവിഞ്ഞ് എവിടെയോ എത്തിയിരിക്കുന്നു. ഏതുവരെ എന്ന് ചോദിച്ചാൽ, സമസ്തയുടെ രൂപീകരണ യോഗത്തിൽ ദുആ ചെയ്യുമ്പോൾ സദസ്സിൽ റസൂലുള്ള ഉണ്ടായിരുന്നു. എന്നിട്ട് റസൂലുള്ള ആമീൻ പറഞ്ഞു. ക്ലിപ്പ് കാണിക്കാൻ നമുക്ക് സമയമില്ല. സഹോദരങ്ങളെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതിനേക്കാൾ അപമാനിക്കാൻ ആർക്ക് സാധിക്കും? 1926 റസൂലുള്ള തടിയോടുകൂടി വന്നുവെന്നും എന്നിട്ട് സദസ്സിലുണ്ടായിരുന്നുവെന്നും. യഥാർത്ഥത്തിൽ ഒരു ഷിയായിസം അവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്, ഒരു ജൂദായിസം അവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ റസൂലുള്ള ദുആ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വിഡ്ഢിത്തം ആ തരത്തിൽ അംഗീകരിക്കാമായിരുന്നു. അപ്പൊ ദുആ ചെയ്യുന്ന വ്യക്തി റസൂലുള്ളയേക്കാൾ മുകളിലാണ്. അതാണ് യഥാർത്ഥത്തിൽ ഷിയാക്കളിലെ ഇമാമത്ത് വാദമുണ്ട്. അവർക്ക് മറ്റൊരു വാദമുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിന് ആളെ മാറിപ്പോയി, അലിയാർക്ക് കൊടുക്കേണ്ട പ്രവാചകത്വം ആളെ മാറി റസൂലുള്ളാഹ്ക്കായി പോയതാണ് എന്നൊരു വിഭാഗവും ഷിയാക്കളിലുണ്ട്. ആ ഷിയാ സ്വാധീനമുള്ള വ്യക്തിയാണ് സമസ്തയുടെ വേദിയിൽ വെച്ച് ആയിരങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ രൂപീകരണ യോഗത്തിൽ ആമീൻ പറയാൻ റസൂലുള്ള ഉണ്ടായിരുന്നു എന്ന ഏറ്റവും വലിയ അന്ധവിശ്വാസം പ്രവാചക നിന്ന പ്രസംഗിച്ചിട്ടുള്ളത്. അതിനെതിരെ, അത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ആദർശപരമായ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലഘട്ടത്തിലും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഈ കൂട്ടായ്മയെ അടുത്തറിയണം. ഇതിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. സഹോദരങ്ങളെ, നമ്മുടെ നോട്ടീസിൽ പ്രിയപ്പെട്ട സുബൈർ സലഫിയുടെ പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചെറിയൊരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യം നാളെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന്റെ അസുഖം ശിഫയാക്കി കൊടുക്കാനും അഹ്ലുസുന്നത്തി വൽ ജമാഅ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ സഫീറിന്റെ പിതാവ് അഷ്റഫ് സാഹിബ് കഴിഞ്ഞ ദിവസം നമ്മോട് വിട പറഞ്ഞു. പള്ളിപ്പയിലും പരിസര പ്രദേശങ്ങളിലും യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഏറെ ആഗ്രഹിക്കുകയും അദ്ദേഹത്തിന്റെ വീട് അത്തരം കൂടിയാലോചനകൾക്ക് വേണ്ടി വിട്ടുതരികയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ് അവിടെ ദീൻ പറയുന്ന ഖുർആൻ ക്ലാസും മറ്റും എടുക്കുന്ന ഒരു കേന്ദ്രം ആ പ്രദേശത്ത് ഉണ്ടാകണമെന്ന്. ആ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ കാരണക്കാരായിക്കൊണ്ട് അത് പൂർത്തീകരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ എല്ലാ വിശ്വാസിനികൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.